വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു വിവാഹമോചനം നടക്കുമ്പോ അന്തസ്സിൽ ഭർത്താവിന്റെ വീട്ടിൽ ജീവിച്ചു പോന്ന പെണ്ണ് ആ വീട്ടിൽ നിന്ന് വേർപിരിയുമ്പോൾ ഭർത്താവിനെതിരെ, ഭർത്താവിന്റെ വാപ്പക്കെതിരെ, ഉമ്മക്കെതിരെ, പെങ്ങന്മാർക്കെതിരെ ഒരു കാരണവുമില്ലാതെ ദേഹോപദ്രവം ചെയ്തു എന്ന് കേസ് കൊടുക്കുന്നവര്, ഉപദ്രവിച്ചു എന്ന് കേസ് കൊടുക്കുന്നവർ, അപമാനിച്ചു എന്ന് കേസ് കൊടുക്കുന്നവർ, അന്തസ്സോടെ നോക്കിയ, അന്തസ്സോട് ഒരു പൊന്നുമോളെ പോലെ പരിരക്ഷിച്ചു പോകുന്ന കുടുംബങ്ങളോട് പോലും കോടതിയുടെ മുമ്പിൽ ചെന്ന് 4 കാശ് കിട്ടും എന്ന മോഹം കൊണ്ട് പച്ചയായ നുണ പറഞ്ഞ് കേസുണ്ടാക്കി കൊടുക്കുന്ന പെണ്ണുങ്ങളെ, ആണുങ്ങളെ, നിങ്ങൾ ഓർക്കേണമേ, പുണ്യനബി ഞങ്ങൾ പറഞ്ഞ നിയമത്തിനെതിരാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് നിസ്കാരം, പിന്നെ എന്ത് നോമ്പ്, എന്ത് ശഅബാനും റജബും റമളാനുമാണ് ഇത്തരക്കാർക്ക്. പൈസയുടെ വിഷയം വരുമ്പോ, കോടതി പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ് എന്നൊരു തോന്നൽ വരുമ്പോ പച്ചയായ നുണ പറഞ്ഞ് കേസ് കൊടുത്ത് ആളുകളെ കോടതി കയറ്റിറക്കുമ്പോൾ നിരപരാധിയായ ഒരു മനുഷ്യനെതിരാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ദുൽമ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങൾക്ക് ഇരുട്ടായിരിക്കും. ഇരുട്ടുകളാണ്, ഘനീഭവിച്ച ഇരുട്ടാണ്. നിങ്ങൾക്ക് ഒരടി പോലും നടക്കാൻ കഴിയാതെ അല്ലാഹു നിങ്ങളെ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം